എൻ്റെ കുട്ടീനെ കണ്ടാലല്ല എനിക്ക് സമാധാനം. ഞങ്ങൾക്ക് എൻ്റെ കുട്ടിയെ കണ്ടാൽ മതി. എന്തെല്ലാം പറഞ്ഞൊക്കെ പറ്റിച്ച് മക്കളെ സഹിക്കാൻ കഴിയില്ല. ഇപ്പം 20 വർഷം എന്ന് പറയുമ്പോഴും കുറച്ച് മാസങ്ങൾ കൂടി മതി ജയിലിൽ കഴിയാൻ. ഇത്ര മാസം ഇങ്ങനെ ഞാൻ കഴിച്ചിലാക്കി. അതിൻ്റെ ഇമാമ നിർത്തി തന്നെ എനിക്ക് മരിക്കുമ്പോൾ നിർത്തി തരട്ടെ പോയേ. കുറച്ച് മാസങ്ങൾ കൂടി മതിയുമ്പ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ജയിൽ മോചിതനാവുന്നതാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ മോചനം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വലിയ സന്തോഷവും ആശ്വാസവും ഉണ്ടെങ്കിൽ കൂടിയും ഞങ്ങൾക്കതിൻ്റെ പൂർണ്ണമായ വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് കിട്ടിയ വിവരപ്രകാരം വളരെ സന്തോഷകരമാണ്. 20 വർഷത്തെ തടവാണ് കോടതി വിധിച്ചിട്ടുള്ളത്. ഏകദേശം 19 വർഷത്തോളമായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ ജഡ്ജ്മെൻറ്റ് കിട്ടിയതിന് ശേഷം നിയമ വിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഞങ്ങളുടെ റിയാദ് കമ്മിറ്റിയുമായി കൂടിയാലോചിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കൃത്യമായ വിവരം മാധ്യമങ്ങളോട് പറയാനുള്ളത്. ഈ ഇന്ന് കിട്ടിയ വിധി നമ്മുടെ നാടിൻ്റെ കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ കൃത്യമായ ഇടപെടലുകൾ ഇതിലുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്നാണോ അയാൾ കസ്റ്റഡിയിൽ വന്നിട്ടുള്ളത് അന്ന് മുതൽ ആണ് ഈ തടവ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 2006 അദ്ദേഹത്തെ പിന്നെ ജയിലിലാക്കിയിട്ടുള്ളത്. ഇത് 2000 ഡിസംബറിലാണ്. ഇന്ന് 2025 മെയ് മാസമായി അല്ലേ, ജൂണിലേക്ക് കിടക്കുകയാണ്. അപ്പം വളരെ ചെറിയ കാലഘട്ടം കൂടി നമുക്ക് അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടതായിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ അറബി മാസമായിരിക്കും ഇതിൻ്റെ പിന്നെ ദൈർഘ്യം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെക്കാൾ കുറച്ച് ദിവസം ഇംഗ്ലീഷ് മാസത്തേക്കാൾ കുറച്ച് ദിവസം കുറവാണ് അറബി മാസം എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പാണ് റഹീമിന്റെ കുടുംബത്തെ കാത്തിരുന്ന ആശ്വാസ വാർത്ത വിധി വന്നത്. അടുത്ത വർഷത്തോടുകൂടി റഹീമിന് ജയിൽ മോചിതനാകാമെന്നതാണ്. റഹീമിന്റെ ഉമ്മയുടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. പക്ഷേ വലിയ ആശ്വാസവും സന്തോഷവും ആനന്ദവും ഒക്കെ കലർന്ന ഒരു സമ്മിശ്ര വികാരം ആ ഉമ്മയ്ക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ കാര്യമായി പ്രതികരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ്.